നേരത്തെ സംസാരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. നമ്മുടെ നാടിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ വരെ ഉള്ള നീക്കങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ഏതൊരു നാടും പുരോഗതി നേടുന്നതിന് ആ നാടിൻ്റെ സമാധാനം വളരെ പ്രധാനമാണ്. പക്ഷേ നാടിനെ തകർക്കുക, നാടിനെ പുറകോട്ടടിപ്പിക്കുക, അതിന് വഴിവിട്ട് എന്ത് നടപടിയും സ്വീകരിക്കുക, അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി തന്നെ ഇവിടെ പല കാര്യങ്ങളും നടക്കുകയാണ്. രാജ്യത്ത് വർഗീയതയുടെ ഭാഗമായിട്ടാണ് സമാധാനത്തിന് ഭംഗം വരാറുള്ളത്. ഇവിടെയും വർഗീയ ശക്തികളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ കേരളീയ സമൂഹത്തിൻ്റെ പ്രത്യേകത, ആ പ്രത്യേകത കാരണം വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നമ്മുടെ സമൂഹത്തിനുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ വർഗീയത അതിൻ്റെ സ്വഭാവം കാണിക്കാൻ പുറപ്പെട്ടാൽ മറ്റ് ചിലയിടത്ത് കാണിക്കുന്നത് പോലുള്ള ഒരു ദൗർബല്യവും ഇവിടെ ഉണ്ടാവില്ല. കർക്കശമായ രീതിയിൽ അതിനെ നേരിടുമെന്നതും വർഗീയ ശക്തികൾക്കറിയാം. അതുകൊണ്ട് തന്നെ മോഹമൊക്കെ ഉണ്ടെങ്കിലും വേണ്ടത്ര ആ രീതിയിൽ അത് പ്രകടിപ്പിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇവർക്കുള്ളൊരു പ്രത്യേകത, ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിൽ ഗവേഷണം നടത്തുന്നവരാണവർ. എങ്ങനെ നാട്ടിൽ അസ്വസ്ഥത സൃഷ്ടിക്കാമെന്നത്. ഇപ്പം നമ്മുടെ മണിപ്പൂരിൽ നിന്നുള്ള കുറേ കുട്ടികൾ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. മണിപ്പൂർ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാലോ. ഇപ്പം ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ബോധപൂർവം സംഘപരിവാറിൻ്റെ ഇടപെടലിലൂടെ വംശഹത്യയാണ് അവിടെ അരങ്ങേറിയത്. പതിനായിരങ്ങൾക്കാണ് നാടുവിട്ട് പലായനം ചെയ്യേണ്ടി വന്നത്. അനേകം പേരുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ആ ഗോത്രവിഭാഗം സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്നതല്ല, രാജ്യത്തെ ഒരു മതന്യൂനപക്ഷ വിഭാഗമായാണ് നിൽക്കുന്നത്. ക്രൈസ്തവ വിഭാഗം. ഓർമ്മയില്ലേ ഇവിടെ എങ്ങനെയൊക്കെയായിരുന്നു ക്രൈസ്തവ വിഭാഗത്തെ ആകർഷിക്കാൻ വേണ്ടി സംഘപരിവാറുകാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന്. ചിലരുടെ ഔദ്യോഗിക സംവിധാനങ്ങളും ഏർപ്പാടുകളുമെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും അവരെല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്ത് വിവിധ ക്രൈസ്തവ മേധാവികളെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? എന്തായിരുന്നു ഉദ്ദേശം? പ്രീണനം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്, സംരക്ഷണം ഞങ്ങളുടെ ഭാഗത്തുനിന്നേ ഉണ്ടാവും, തെറ്റിയാൽ ഞങ്ങളെ ഏജൻസികൾ നടപടികളുമായി വരും, ഭയപ്പെടുത്താനുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഭീഷണി വേണ്ടെടുത്ത് ഭീഷണി, പ്രലോഭനം വേണ്ടെടുത്ത് പ്രലോഭനം,
വലിയ തോതിൽ പ്രീണിപ്പിക്കൽ. അങ്ങനൊരു വല്ലാത്ത മോഹത്തിലാണല്ലോ നടന്നിരുന്നത്. ചിലർ അതിൽ വീഴുകയും ചെയ്തല്ലോ. ഒന്ന് പരീക്ഷിച്ചാലെന്താ എന്ന തോന്നൽ ചിലർക്കുണ്ടായല്ലോ. പക്ഷേ എപ്പോഴും തനി സ്വഭാവം മറച്ചു വെക്കാനാകില്ലല്ലോ. അതാണ് മണിപ്പൂരിൽ കണ്ടത്.